ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഒരു യാത്രയുണ്ട്. പരിഭവങ്ങളും സങ്കടങ്ങളും പരാതികളൊക്കെ ആയിട്ട് നടന്ന് 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 ആ ശ്രീകോവിലിൻ്റെ മുന്നിലങ്ങോട്ട് എത്തുമ്പോൾ ഭഗവാനെ എങ്ങനെ കാണാം. ശംഖും ചക്രവും ഗദയും പങ്കജമൊക്കെ ആയിട്ട് ചക്രവർത്തി ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം. അതങ്ങോട്ട് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകും, തൊണ്ടയിടറും, എല്ലാം മറന്നു പോകും. പരിഭവങ്ങളും സങ്കടങ്ങളൊക്കെ. ഗുരുവായൂരപ്പ എന്നൊരു വിളിയുണ്ട്. ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് ഒരു നോട്ടമുണ്ട്. കാരുണ്യത്തിൻ്റെ കടലായ കണ്ണൻ്റെ നോട്ടം. ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ കണ്ണനെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുമ്പോഴേക്കും ദ്വാരപാലകർ നമ്മളെ നീക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ കാരുണ്യം നിറഞ്ഞ നോട്ടയില്ലേ, അത് മതി നമ്മളെ പരമാനന്ദത്തിൽ ആറാടിക്കാൻ. കൃഷ്ണ, ഗുരുവായൂരപ്പ.